അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരവും അവരുടെ ആചാരവും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ യോജിച്ച രീതിയിൽ ആരാധനാക്രമങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ആരംഭിച്ചു. അന്ന് ഈ രാജ്യങ്ങൾ തമ്മിലോ ഈ അപ്പസ്തലന്മാർ തമ്മിലോ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഈ ആചാരങ്ങളുടെ ട്രഡീഷനിൽ വളർന്നു വന്ന അവർ ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് ശേഷം കൂടിച്ചേർന്നപ്പോഴല്ലേ മനസ്സിലായത് ഞങ്ങളോട് ഇങ്ങനെയാണ്, നിങ്ങളോട് ഇങ്ങനെയാണ് അല്ലേ? അതെന്താ? ഞങ്ങളോട് അങ്ങോട്ട് തിരിഞ്ഞുന്ന കുർബാനകളുണ്ട്, നിങ്ങളോട് ഇങ്ങോട്ട് തിരിഞ്ഞുന്ന കുർബാനകളുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഭയങ്കര മനോഹാരിത നിറഞ്ഞ വൈരുദ്ധ്യങ്ങൾ. സഭ അതിൻ്റെ ഒരു മനോഹാരിതയായിട്ട് കാണുകയും അത് മാറ്റരുത് എന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിൽ പാശ്ചാത്യ സഭകളും പാശ്ചാത്യ സഭകളും ഇപ്പൊ ലാറ്റിൻ പാശ്ചാത്യ സഭയാണ്. സീറോ മലബാർ വാസ്തവത്തിൽ പൗരസ്ത്യ സഭയാണ്. സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് രണ്ട് ലെൻസ് ഉണ്ട്. രണ്ട് ലെൻസ് എന്ന് പറയുന്നത് രണ്ട് ശ്വാസകോശം ഉണ്ട്. ഈ രണ്ടും കൂടി ഒപ്പം വലിക്കുമ്പോഴാണ് നമുക്ക് ശ്വാസം കിട്ടുന്നത്. എന്ന പോലെയാണ് പൗരസ്ത്യ പാശ്ചാത്യ സഭ ക്രിസ്തുവിൻ്റെ രണ്ട് ലെൻസ് പോലെയാണ്. ഇത് രണ്ടും ആവശ്യമാണ്. ഇതിൽ രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യവും അതിൻ്റെതായ തനിമയും നിലനിർത്തണം എന്നതാണ്. ഇത് രണ്ടിനെയും കൂടി മിക്സ് ചെയ്ത് ചെയ്യണമെന്ന് സഭ ആഗ്രഹിക്കണില്ല. പക്ഷേ ഓരോ സാഹചര്യങ്ങളിൽ അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പലതും ചെയ്യുന്നത് വേറെ കാര്യം. സഭ ഔദ്യോഗികമായി ആഗ്രഹിക്കുന്നത് ആ പൗരാണികത്വം നിലനിർത്തണം എന്നതാണ്. ഇനി നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല റീത്തുകളിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കുന്നത്. ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അതിലൊരു കാരണവും ഇങ്ങനെ, ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം കർത്താവിനോട് ചോദിച്ചോളൂ. എനിക്ക് എല്ലാ ദിവസവും പെട്ടെന്ന് കുർബാനയ്ക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലം, വീട് അല്ലെങ്കിൽ എനിക്ക് താമസം കിട്ടും. ഇത് പ്രാർത്ഥിച്ചതും ആ POCയുടെ ചാപ്പലിൽ ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വണ്ടിയൊന്നുമില്ല, നടന്ന് തന്നെ ഒന്ന് പെട്ടെന്ന് പോകണം. അത് കഴിഞ്ഞ് ചാപ്പലിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുകയാണ് ഫ്ലാറ്റ് ഫോർ സെയിൽ. ഫ്ലാറ്റ് വിൽക്കാനുണ്ട്. അന്ന് അത് മേടിക്കാൻ പറ്റും. പക്ഷെ മേടിക്കാൻ കാശൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് പറഞ്ഞു വചന പ്രമോഷകർക്ക് സാലറി സർട്ടിഫിക്കറ്റും ഇൻകം ടാക്സും ഇല്ലാണ്ട് എങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൽ ലോൺ തരിക? ഞാൻ പറഞ്ഞു കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇവിടുത്തെ ബാങ്കിൻ്റെ എംപ്ലോയിയാണ്, ഞാൻ കർത്താവ് വിശ്വസിച്ചായിട്ട് എംപ്ലോയിയാണ്. ബാങ്ക് മാനേജറോട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്കാണ് ഈ ഗ്യാരണ്ടിയും അപ്പോയിൻമെന്റ് ലെറ്ററിൻ്റെ ആവശ്യം, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ലോൺ തരണം. ഇവിടെ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ വേണം. പിന്നെ ഉദ്യോഗം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ എൻഡോഴ്സ്മെന്റ് ഇതൊക്കെ വേണം. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അതൊന്നുമില്ല. പക്ഷേ ഞാൻ കർത്താവ് ചോദിച്ചതായിട്ട് ജോലിക്കാരനാണ്. എനിവേ അയാൾ എന്നെ പറഞ്ഞു വിട്ടു. പക്ഷേ രാത്രിയായപ്പോൾ അയാൾ ഫോൺ ചെയ്തിട്ട് പറയുകയാണ്, ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്, ലോൺ കിട്ടും.
അങ്ങനെ അപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, കുർബാന എന്നും അർപ്പിക്കാൻ എളുപ്പം നടന്നു പോകാൻ പറ്റിയ സ്ഥലം. ആ ഫ്ലാറ്റിൽ നിന്ന് ഒറ്റ ചാട്ടം റോഡിൽ നിന്ന് ചാടിയാൽ നമുക്ക് അവിടെ കുർബാന. അപ്പോൾ അവിടെ വേറൊരു ഗുണമുണ്ടായത് എന്താ, 3 വീട്ടിലും കുർബാന ഉണ്ടായിരുന്നു. ഒരു ദിവസം സുറിയാനി കുർബാനയാണെങ്കിൽ അടുത്ത ദിവസം ലത്തീൻ കുർബാന, അതിൻ്റെ അടുത്ത ദിവസം മലങ്കര കുർബാന. എനിക്ക് കിട്ടിയ ഭയങ്കര ഭാഗ്യം. അപ്പം അങ്ങനെയാണ് ഈ മലങ്കര കുർബാനയൊക്കെ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനെല്ലാം സാധിച്ചത്. അങ്ങനെ കുർബാനയിലേക്ക് കേന്ദ്രീകൃതമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കുടുംബം മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് ഞാൻ ഈ ഈസ്റ്ററിന് അവിടെ പോയപ്പോഴും അന്ന് കുഞ്ഞുനാളിലിരുന്ന ആ സ്ഥലത്തല്ലാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അവിടെ തന്നെ പോയിരിക്കുന്നത്. ഇപ്പം അവിടെ പിള്ളേരാണ് ഇരിക്കണമെങ്കിലും നമ്മളും അതിനിടയിൽ അവിടെ പോയിരുന്നു. കാരണം അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു എത്ര വർഷം അവിടെ ഇരുന്ന അന്ന് അമ്മയും അപ്പനും എല്ലാം നമ്മളെ പഠിപ്പിച്ചിരുന്നത് ഈ കുർബാന പുസ്തകം കണിശമായിട്ടും കൊണ്ടുപോകണം. അതിനകത്ത് പ്രാർത്ഥനകൾ ഓരോന്നും നോക്കി ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഞാനിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്ന ഒച്ചയാണ്. അമ്മ അങ്ങേയറ്റത്താണ് ഇരിക്കണമെങ്കിൽ അമ്മയുടെ ഒച്ചയും കേട്ടിരുന്നു, ഇങ്ങേയറ്റത്തിരിക്കണം അപ്പൻ്റെ ഒച്ചയും കേട്ടിരുന്നു. കാറൂസൂസ പ്രാർത്ഥനയ്ക്കൊക്കെ എൻ്റെ അപ്പൻ്റെ കാര്യം എടുക്കുകയെങ്കിൽ ഞാൻ എല്ലാ ധ്യാനത്തിൽ പറയുന്ന ഒരു കാര്യം, ധ്യാനത്തിന് നമ്മുടെ ഡിവൈനിൽ വലിയൊരു ജനക്കൂട്ടം ധ്യാനം കൂടാൻ പറഞ്ഞ ഒരു കാലം. 30,000-ഓളം പേര് ധ്യാനം കൂടാൻ പറഞ്ഞു. മെയിൻ സ്റ്റേജിൽ 5 ദിവസവും ഫുൾ ധ്യാനം നമ്മൾ നടത്തും, വിശദീകരണ ധ്യാനം. ആ മെയിൻ സ്റ്റേജിൽ 5 ദിവസം ഓടി നടന്ന് ധ്യാനം. അപ്പോൾ ഈ വിവരം കേട്ടപ്പോൾ അപ്പനും വന്നു ഒന്ന് കാണാൻ, മകൻ ധ്യാനിപ്പിക്കുന്നത് പ്രസംഗം പറഞ്ഞിട്ട് കേൾക്കാൻ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമുണ്ടാവും. അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു സാറ് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ നിർബന്ധിച്ചപ്പോൾ അപ്പൻ കാര്യമായിട്ട് അധികമൊന്നും പറഞ്ഞില്ല. കുറച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമില്ല. പറഞ്ഞു, ഈ മകൻ ഇവനെ അമ്മ പ്രസവിച്ചപ്പോൾ ഞാൻ തൊട്ടടുത്ത മുറിയിൽ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ആ ആദ്യ ശബ്ദം കേൾക്കാൻ കാതോർത്ത് പ്രാർത്ഥിക്കേ. അങ്ങനെ ഞാൻ ആ ശബ്ദം കേട്ട ഉടനെ അത് കർത്താവിനെ സമർപ്പിച്ചു. ആ ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. അത് എന്നെ വളരെ വികാരം പിടിപ്പിച്ചു. അപ്പൻ മരിച്ച സമയത്ത്, ശവടക്കിൻ്റെ സമയത്ത് 2 വാക്ക് പറയണമെന്ന് ബിഷപ്പൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇതുതന്നെ പറഞ്ഞു. ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് കർത്താവ് എന്തോ ഒരു വലിയ ബഹുമാനവും ആദരവും ഉത്തരവാദിത്വവും ശക്തിയും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാനിത് പറയുന്നത് നിങ്ങളും ഒരുപക്ഷെ പലരും അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, അതുപോലെ തന്നെ അപ്പൻ പറയാറുണ്ട് 10 മക്കളുടെ 10 മക്കളെയും അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് ഓരോ ദിവസവും വയറ്റിൽ കുരിശ് വരച്ച് അനുഗ്രഹിക്കുമായി. ഇതെല്ലാം എന്തോരു നല്ല കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൈതൃകം എന്ന് പറയുന്നത്. ഇതിനകത്ത് വല്ല ചിലവുള്ള കാര്യമാണ്. ഇതെല്ലാം മാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യേക അഭിഷേകമാണ്. നമ്മൾ പറയും അഭിഷിക്തൻ്റെ അഭിഷേകം, കന്യാസ്ത്രീമാരുടെ അഭിഷേകം, വചനപ്രഘോഷകരുടെ അഭിഷേകം. അഭിഷിക്തരാണ്, ശരിയാണ്. എന്നാൽ ഈ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ദൈവപിതാവ് അമ്മയുടെ ഗർഭത്തിൽ, ആ ഗർഭപാത്രത്തിൽ പ്രവർത്തിച്ചോ ഇല്ലയോ? ആ അഭിഷേകം വേറെ ആർക്കെങ്കിലും കിട്ടുമോ? അമ്മമാരെ, എന്തോ ഒരു ശക്തമായ ഒരു കൂട്ട് പ്രവർത്തനം
അമ്മയും ദൈവവും പ്രവർത്തനക്ഷമമായ ആ വലിയ രഹസ്യമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചിലപ്പോൾ കുട്ടികളെയും കൊണ്ട് അമ്മമാർ വന്നിട്ട് എൻ്റെ വളരെ ഇവന് പഠിച്ചിട്ട് ഒന്നും തലയിൽ കയറില്ല, ഇവനൊന്നിനും കൊള്ളില്ല, ഇവനോട് ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറയുന്നത് ദൈവമേ അങ്ങനെ പറയല്ലേ, പ്രത്യേകിച്ച് അവൻ കേൾക്കുക അങ്ങനെ പറയല്ലേ. നമ്മൾ അമ്മമാർക്ക് കുറച്ചുകൂടി ബുദ്ധി വേണം. കുട്ടികൾ കേൾക്കേ ഇവനൊന്നും പറയല്ലേ, ഇവർക്ക് മോശമാണ്, പഠിച്ചിട്ട് തലയിൽ കയറാൻ ഇവനൊന്നും അറിഞ്ഞത, അത് അവരെ വളരെയധികം വിഷമിക്കും. തോമസ് എഡിസനെ കുറിച്ച് പറയാറുണ്ട്. തോമസ് ആൽവാ എഡിസൺ എല്ലാവർക്കും അറിയാമില്ലേ? 3ാം ക്ലാസ് പഠിപ്പേണ്ടായിരുന്നു. 3ാം ക്ലാസ്സിൽ വെച്ച് ക്ലാസ് ടീച്ചർ ഡിസ്മിസ് ചെയ്തു, അവനെ പറഞ്ഞു വിട്ടു ക്ലാസ്സിൽ നിന്ന്. അവൻ ഒരു വിഡ്ഢിയാണ്, ഈ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ അവന് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. ഞാനിങ്ങനെ ചിന്തയിൽ കാണുന്നത് അവനിങ്ങനെ ഏറ്റവും പുസ്തകമായിട്ട് കരഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ ചോദിച്ചത്, വെച്ചുമോനെ എന്നെ വിഡ്ഢിയാണെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി ഇവർ വരണ്ടാന്ന് പറഞ്ഞു, പഠിക്കണ്ടെന്ന് പറഞ്ഞു. അവൾ ആരാ അങ്ങനെ പറയാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് മാതിരിയ അമ്മ ആ കൊച്ചിനെ കൊണ്ട് സ്കൂളിലേക്ക് വന്നിട്ട്, നീ ആരാ എൻ്റെ കൊച്ചിനെ അങ്ങനെ പറയാൻ? എൻ്റെ മകനാണ് ഈ ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായിട്ടുള്ളവൻ, അവനൊരിക്കലും ഒരു വിഡ്ഢിയല്ല, he is the most wisest boy എന്ന് പറഞ്ഞു. ചിലപ്പോൾ വിഡ്ഢിയായിട്ടുണ്ടാവും. അമ്മയുടെ ഈ വാക്ക് കേട്ടപ്പോ അതാണ് മദർട്ടങ് എന്ന് പറയുന്നത്. അമ്മയുടെ ആ വാക്ക് കേട്ടപ്പോഴായിരിക്കാം ചിലപ്പോൾ അവന് ഒരു പ്രകാശം തെളിഞ്ഞത്. എന്തുമായിട്ട് ഒരു കാര്യം സത്യമാണ്, അവനെ വിഡ്ഢിയായിട്ട് സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ സ്കൂളിൽ ഇവനെ പഠിപ്പിക്കില്ല, ഞാൻ തന്നെ ഇവനെ പഠിപ്പിച്ചോളാം. ആ വിഡ്ഢിയെന്ന് സീല് കുത്തി പുറത്തു വിട്ട ആ തോമസ് എഡിസനാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ, നിരവധി കണ്ടുപിടുത്തങ്ങൾ ചെയ്ത, ഈ ഇൻകാൻഡസെന്റ് ലാമ്പ് കണ്ടുപിടിച്ച വലിയ ശാസ്ത്രജ്ഞൻ. അപ്പോൾ നമ്മളുടെ മക്കളെ വളർത്തുന്നതിൽ ദൈവത്തിൻ്റെ രൂപയിൽ വളർത്താൻ നമ്മൾ മാതാപിതാക്കൾക്ക് ദൈവം എല്ലാവിധ സഹായം ചെയ്യും. നമ്മൾ ഒന്ന് മിണ്ടിയാൽ മതി, നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരുടെ കുറവുകളെ മാത്രം കാണാതെ അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അപ്പനും അമ്മയും ഞങ്ങളെ കുടുംബം മുഴുവൻ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും പ്രഭാതത്തിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. അതെല്ലാം വെള്ളിയാഴ്ച ദിവസം 8:30 സ്കൂൾ തുടങ്ങുമായിരുന്നു. സാധാരണ ദിവസം 9:00 വരും. എന്തുകൊണ്ടാണ്? വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് മുസ്ലിം സഹോദരന്മാർക്ക് കൂടുതൽ സമയം വേണ്ടിയിരുന്നു. എന്തിനാ? അവരുടെ ദൈവാരാധന നടത്താൻ. നമ്മളാരും ഇത്രയും ക്രിസ്ത്യാനികളുണ്ടായിട്ട് അങ്ങനെ ഒരു അവകാശം മേടിച്ചിട്ടുണ്ടോ? ഇത് ഗവൺമെന്റ് തന്നെ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം നാട്ടിലെ സ്കൂളിൻ്റെയൊക്കെ നിയമം മാറ്റി അവർക്ക് പ്രാർത്ഥിക്കാൻ, അതിൽ നിന്ന് പഠിക്കേണ്ടതെന്നാണ്. അവർ പ്രാർത്ഥനയ്ക്ക് ആരോട് എന്ത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് അവരൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് എൻ്റെ ഓഫീസിൽ വലിയ മാനേജർ കേട്ടതിലുള്ള ഒരാൾ, ഞങ്ങൾ മാനേജിംഗ് ഡയറക്ടറോടൊപ്പമുള്ള ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വളരെ സുപ്രധാനമായൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 12 മണിയായപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയാണ്, എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ പോകണം, ഗുഡ് ബൈ. അയാൾ പോയി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റുമോ? പറയും. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ്. ബോംബെയിൽ വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് കംപ്ലീറ്റ് റോഡുകൾ ട്രാഫിക് ജാമാണ്. എന്തുകൊണ്ടാണ്? അന്ന് ഉച്ചയാകുമ്പോൾ നമാസ് മുസ്ലിം ദേവാലയങ്ങളിലെല്ലാം ആളുകൾ കവിഞ്ഞൊഴുകിയിട്ട് അവർ റോഡിലിരിക്കുക. റോഡിലെ പബ്ലിക് റോഡ്, ആ ദേവാലയത്തിന് മുമ്പിലുള്ള റോഡിലൊക്കെ വീണ്ടും നമാസ് പ്രാർത്ഥിക്കുക. ഒരു പോലീസും ഒന്നും ചെയ്യില്ല. ട്രാഫിക് ജാം കുറേ നേരത്തേക്ക് അവിടെ ജാമായിട്ട് നിൽക്കട്ടെ എന്നാണ് പറയുന്നത്.
ചില നമ്മളിപ്പോൾ കാണാം. അപ്പോൾ ഇതെല്ലാം കുറിക്കുന്നത് ഒരു ഡിസിപ്ലിൻ ഉണ്ട് പ്രാർത്ഥനയ്ക്ക്. അത് അത്രയും കണിശമാവണമെന്നില്ല, എന്നാലും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം. ഇപ്പൊ രാവിലെ വിശുദ്ധ ബലി വെള്ളിയാഴ്ച ദിവസം, നമ്മൾക്ക് വെള്ളിയാഴ്ച ദിവസം കുർബാനയും ആഘോഷമായിട്ട് കുർബാനയും വാഴും എന്ന് പറഞ്ഞാൽ കുർബാന കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഈശ്വരനെ എഴുന്നേറ്റ് ഒരു ആരാധന. ഇത് മുഴുവനും കഴിയാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇത് മുഴുവനും കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ സ്കൂൾ തുടങ്ങിയിരിക്കും. ഞാൻ എപ്പോഴും ഓർക്കുകയാണ് വേദനയോടെ, ഒരു അമ്മക്കുട്ടി മിസ് എന്നെ എല്ലാ വെള്ളിയാഴ്ചയും വലിയൊരു ചൂരൽ കൊണ്ട് എൻ്റെ കാലിൻ്റെ വണ്ണക്കുടത്തിനിട്ട് അടിയിട്ടുമായിരുന്നു. നിന്നോട് കഴിഞ്ഞ വെള്ളിയാഴ്ച പറയുന്നതാണ്, ഇനി ഇത് ആവർത്തിക്കരുത്, ഇനി ഇത് ആവർത്തിച്ചത്. നമുക്കറിയാം പറഞ്ഞിട്ട് കാര്യമില്ല, അടി കൊണ്ടാക്കാൻ. അപ്പനോട് പറഞ്ഞാൽ പറയും പള്ളിത്തെ കഴിഞ്ഞ് പോകാൻ പറ്റില്ല.